നിങ്ങളുടെ നിലനിൽപ്പ് അഥവാ എക്സിസ്റ്റൻസ് തന്നെ കലാപമാണ്. പ്രശസ്ത ഫ്രഞ്ച് ചിന്തകനും എഴുത്തുകാരനുമായ ആൽബർട്ട് ക്യാമുവിൻ്റെ വാക്കുകളാണിത്. ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ച് നിരന്തരം എഴുതിയ ചിന്തകനാണ് ക്യാമു. അബ്സേർഡിസം അഥവാ നിരർത്ഥകത എന്ന തിയറിയുടെ പിതാവ് ഇദ്ദേഹമാണ്. ഈ ലോകം നിലനിൽക്കുന്നതിനോ നമ്മൾ നിലനിൽക്കുന്നതിനോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെന്നും കാരണം കണ്ടെത്തുമ്പോഴാണ് ജീവിതം ബുദ്ധിമുട്ടുള്ളതാകുന്നത് എന്നുമാണ് ക്യാമു പറഞ്ഞു വെക്കുന്നത്. ഗ്രീക്ക് മിത്തോളജിയിലെ സിസിഫസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തിയറി അവതരിപ്പിക്കുന്നത്. നമ്മുടെ നാരായണത്ത് ഭ്രാന്തനോട് സാദൃശ്യമുള്ള ഗ്രീക്ക് മിത്തോളജി കഥാപാത്രമാണ് സിസിഫസ്. മലമുകളിലേക്ക് കല്ല് തള്ളിക്കയറ്റുകയും മലമുകളിൽ നിന്ന് ആ കല്ല് താഴേക്ക് ഉരുട്ടിവിടുകയും ചെയ്യുക. ഇതാണ് സിസിഫസിൻ്റെ ജീവിതം. ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദവും. സിസിഫസ് ആണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എന്നാണ് ക്യാമു പറയുന്നത്. ടോഡ് ഫിലിപ്പിൻ്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ ജോക്കർ അബ്സേർഡിസം എന്ന തിയറിയുടെ ചലച്ചിത്രാവിഷ്കാരമാണ്. അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സ്വന്തം നിലനിൽപ്പ് കാരണം വില്ലനാവേണ്ടി വന്ന കഥാപാത്രമാണ് വോക്കിൻ ഫിനിക്സിൻ്റെ ആർതർ ഫ്ലക്ക്. തൻ്റെ തമാശ പറയാനുള്ള കഴിവ് കൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും അതുവഴി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് ആർതർ. എന്നാൽ ആർതർ എന്ന മനുഷ്യൻ തന്നെ മറ്റുള്ളവരുടെ പരിഹാസച്ചിരിക്ക് പാത്രമാവുകയാണ്. തൻ്റെ മധ്യവയസ്സിലെത്തുമ്പോൾ മറ്റുള്ളവർ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കോമാളി കഥാപാത്രമായി ആർതർ മാറിയിരുന്നു. അവൻ്റെ ന്യൂറോളജിക്കൽ കണ്ടീഷൻ തന്നെയാണ് അവൻ്റെ ജീവിതത്തിലെ പ്രധാന വില്ലൻ. മാനസികമായി എന്ത് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമ്പോഴും അനിയന്ത്രിതമായി ചിരിക്കുക എന്നതാണ് ആർതറിൻ്റെ അസുഖം. അവനെ കൊലക്കാരനാക്കുന്നതും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനാക്കുന്നതും അവൻ്റെ കരിയറിൽ തടസ്സമായി നിൽക്കുന്നതും ഈ അസുഖമാണ്. എൻ്റെ ജീവിതം ഒരു ദുരന്തമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, എന്നാൽ അത് ഒരു കോമഡിയായിരുന്നു എന്ന് ആർതർ സിനിമയുടെ ഒരവസരത്തിൽ അമ്മയോട് പറയുന്നുണ്ട്. അവന് ജീവിക്കാനുള്ള ഒരേ ഒരു കാരണം അവൻ്റെ പാഷൻ മാത്രമായിരുന്നു. ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആകുക എന്നതാണ് അവൻ്റെ ലക്ഷ്യവും പാഷനും. ആ സ്വപ്നം ഒന്നുകൊണ്ട് മാത്രമാണ് ആർതർ ദുരന്തങ്ങൾക്കിടയിലും പ്രതീക്ഷയുള്ളവനായി മാറുന്നത്. എന്നാൽ ഒരവസരത്തിൽ അവന് ആ പ്രതീക്ഷയും നഷ്ടമാവുകയാണ്. അവൻ ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന നഗരത്തിലെ പ്രധാന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മുറെ ഫ്ലാക്കിനും അവനെ പരിഹാസത്തോടെയാണ് കണ്ടിരുന്നത് എന്ന് ആർതർ വേദനയോടെ തിരിച്ചറിയുന്നു. ഇവിടെ മുതലാണ് ജീവിതത്തിൻ്റെ നിരർത്ഥകത ആർതർ തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. ക്യാമു സിസിഫസിനെ കുറിച്ച് പറയുന്നത് പോലെ അവൻ്റെ ദയനീയതയുടെ ആഴം അവന് നന്നായി അറിയാം. പിന്നീടാണ് ആർതർ മുറയുടെ ഷോയിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്. പുതിയ വീക്ഷണത്തിൽ ജീവിതത്തെ കണ്ടു തുടങ്ങിയിരുന്ന ആർതർ ഷോയിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. അവിടെ വെച്ച് തലച്ചോറ് ചിതറിച്ച് ആത്മഹത്യ ചെയ്യാനും അവൻ തീരുമാനമെടുക്കുന്നു. എന്നാൽ ഇവിടെ ക്യാമുവിൻ്റെ ഒരു വാചകം നമ്മൾ ഓർക്കണം. ആത്മഹത്യ എന്നത് ഒരു കുറ്റസമ്മതമാണ്. ജീവിതം എന്തോ വലിയ സംഭവമായി നിങ്ങൾ കണ്ടിരുന്നുവെന്നോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെയോ കുറ്റസമ്മതമാണ് ആത്മഹത്യ എന്നാണ് ക്യാമു പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ആർതർ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നതിൻ്റെ ഉത്തരമാണ് ക്യാമുവിൻ്റെ ഈ ഉദ്ധരണി. തൻ്റെ അവസ്ഥയെ, അതിൻ്റെ നിരർത്ഥകതയെ ആർതർ തിരിച്ചറിയുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്നു. സ്റ്റേജിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ആർതർ അവിടെ വെച്ച് താൻ ഒരു കൊലപാതകിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അവനെ ഭയപ്പാടോടെ ആളുകൾ നോക്കുന്നത് അവൻ ആസ്വദിക്കുന്നു. അതുവരെ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് സ്വയം തോന്നാത്ത ഒരാൾക്ക് ഞാൻ ജീവിക്കുന്നു എന്ന് ആദ്യമായി തോന്നുന്നു. ആ സന്തോഷം ആർതറിൻ്റെ മുഖത്ത് ഈ അവസരത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അദൃശ്യ സമാനമായ ജീവിതമാണ് ആർതറിനെ ജോക്കറാക്കിയത്.